വയനാട് വിഷൻ മിൻമോൾ സ്മാർട്ട് സിംഗർ ഗ്രാൻഡ് ഫിനാലയിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 20 പേരുമായിട്ട് നമ്മൾ ആരംഭിച്ച ഒരു മത്സരമായിരുന്നു. അതിലേറെ ആളുകൾ ഓഡീഷനിൽ പങ്കെടുത്തിരുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത 20 പേരാണ് ഇവിടെ 2 ദിവസങ്ങളിലായിട്ട് മത്സരിച്ചത്. അതിൽ നിന്ന് 14 പേരെ നമ്മൾ മാറ്റി നിർത്തി. ഇപ്പോൾ 6 പേര് മാത്രമാണുള്ളത്. അതിലൊരു ആൺകുട്ടിയേ ഉള്ളൂ, 5 പെൺകുട്ടികളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോട് കൂടിയിട്ട് നമ്മളുടെ മത്സരത്തിലെ അവസാന ഗാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മത്സരാർത്ഥികൾ എല്ലാവരും റെഡിയാണ്. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഈ ഒരു ഷോയിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാം. ശ്രീലക്ഷ്മി വിനീഷ്. ശ്രീലക്ഷ്മി വിനീഷ് ഗായികയും വീണാ കലാകാരിയും അവതാരകയും ചാർട്ടേഡ് എഞ്ചിനീയറും വാല്യൂവറും കൂടിയാണ് ശ്രീലക്ഷ്മി. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് 4-ാം വയസ്സിൽ തന്നെ കർണാടക സംഗീത പഠനം ആരംഭിച്ചു. പ്രശസ്തരായ കാവാലം നാരായണ പണിക്കർ, MG രാധാകൃഷ്ണൻ എന്നിവരുടെ പ്രിയപ്പെട്ട ശിഷ്യ. അമൃത TV റെഡ് കാർപ്പറ്റ് ഫെയിം കൂടിയാണ്. ആകാശവാണി ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റും യുവവാണി അനൗൺസറും കൂടിയാണ് ശ്രീലക്ഷ്മി വിനീഷ്. സംസ്ഥാന യുവജനോത്സവത്തിൽ വീണാ വിഭാഗത്തിൽ തുടർച്ചയായി 4 വർഷങ്ങളിലെ വിജയി. KJ യേശുദാസ് പാടിയ സിനിമാ ഗാനങ്ങൾക്കുൾപ്പെടെ നിരവധി സിനിമകൾക്കും പരസ്യങ്ങൾക്കും ആൽബങ്ങൾക്കും വീണാവാദനം നടത്തിയിട്ടുണ്ട്. വിൻ ആൻഡ് ദ ബാൻഡിൽ വീണ കലാകാരിയും ഗായികയും. ഇന്ത്യയിലും വിദേശത്തുമായി KS ചിത്ര, M ജയചന്ദ്രൻ, അനൂപ് ശങ്കർ എന്നിവരെ പോലെയുള്ള പ്രശസ്ത സംഗീതജ്ഞർക്കൊപ്പം നിരവധി മ്യൂസിക് ഷോകളും വോക്കോ വീണ കോൺസേർട്ടുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. സംഗീതവും എഞ്ചിനീയറിംഗും ഒരുപോലെ ചേർത്ത് മുന്നേറുന്ന പ്രതിഭാശാലിയായ കലാകാരി ശ്രീലക്ഷ്മി വിനീഷിന് വയനാട് വിഷൻ മിൻറ്റുമാൾ സ്മാർട്ട് സിംഗർ 2K25 ജഡ്ജിംഗ് പാനലിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഓക്കെ, ഇനി ഒരാൾ കൂടിയുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്ന അതുൽ പ്രഭാകർ. അതുൽ പ്രഭാകർ 7-ാം വയസ്സിൽ കീബോർഡ് പഠനം ആരംഭിച്ചു. 10 വയസ്സ് മുതൽ സ്വീറ്റ് മെലോഡീസ് എന്ന ഡിവോഷണൽ ഗ്രൂപ്പിൽ വിവിധ വേദികളിൽ കീബോർഡ് പിന്നണി വായിക്കാൻ ആരംഭിച്ചു. 16-ാം വയസ്സിൽ ഇൻഫെർനോ എന്ന വെസ്റ്റേൺ ബാൻഡിൽ ബാസ് ഗിറ്റാറിസ്റ്റായി. 2009-ൽ ചെന്നൈ അൺവൈൻഡ് സെന്റർ നടത്തിയ ബാറ്റിൽ ഓഫ് ബാൻഡ്സിൽ ബെസ്റ്റ് ബസിസ്റ്റ് അവാർഡ് ലഭിച്ചു. ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ ക്ലാസിക് ഗിറ്റാറിൽ ഗ്രേഡ് എക്സാം പാസ്സായി. സ്റ്റിക്ക് ആൻഡ് സ്ട്രിങ്സ് എന്ന മ്യൂസിക് സ്കൂൾ നടത്തിവരുന്ന അതുൽ പ്രഭാകർ അവിടെ ലണ്ടൻ ട്രിനിറ്റി കോളേജിന്റെ റോക്ക് ആൻഡ് പോപ്പ് ഗ്രേഡ് എക്സാം ട്രെയിനിങ്ങും കൊടുത്തുവരുന്നു. സീ കേരളം ചാനലിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുവരുന്ന സരിഗമപ സീസൺ 3-ൽ ബാസ് ഗിറ്റാറിസ്റ്റായി തുടരുന്നു. വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ, ഹരിചരൺ എന്നിവർക്കൊപ്പം ബെന്നറ്റ് ആൻഡ് ദ ബാൻഡിൽ കഴിഞ്ഞ 4 വർഷമായി ബാസ് ഗിറ്റാറിസ്റ്റായി പ്രവർത്തിക്കുകയാണ്. പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കറിന്റെ ബാൻഡിലും ബാസ് ഗിറ്റാറിസ്റ്റാണ് അതുൽ പ്രഭാകർ. വയനാട് വിഷൻ മിൻറ്റുമാൾ സ്മാർട്ട് സിംഗർ 2K25 ജഡ്ജ്മെന്റ് പാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തീർച്ചയായിട്ടും നമുക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ജഡ്ജാണ് നമ്മുടെ ഈ ഷോയിൽ നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിലുള്ള പ്രത്യേക സ്നേഹം വയനാട് വിഷൻ്റെ പേരിലും മിൻറ്റുമോളുടെ പേരിലും വയനാടിൻ്റെ പേരിലും നിങ്ങൾക്ക് 2 പേർക്കും ഈ സമയത്ത് നൽകുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കുക നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിന്. ഓക്കെ, അപ്പോൾ ജഡ്ജസ് റെഡിയാണ്, കണ്ടസ്റ്റൻസ് ഓൾറെഡി റെഡിയാണ്. നമ്മുടെ കുട്ടികൾ ആലപിക്കാൻ പോകുന്നത് സെമി ക്ലാസിക്കൽ സോങ് ആണ്. അപ്പോൾ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആദ്യത്തെ മത്സരാർത്ഥിയെ ഞാൻ വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹിമലക്ഷ്മി. ഹിമലക്ഷ്മി, ഇപ്പോൾ ശരിക്കും വലിയ സന്തോഷമില്ലേ മോള്? ഇല്ലേ? നല്ല ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പാടുക. ഇപ്പോൾ കഴിഞ്ഞ റൗണ്ടിലൊക്കെ ഞാൻ നിങ്ങൾ നന്നായിട്ട് പാടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മോശമായി പാടിയെന്ന് വിചാരിക്കരുത്. എല്ലാം ജഡ്ജസാണ് പറയുക ഈ റൗണ്ട് മുതൽ. ഓക്കെ, ഈ റൗണ്ട് മുതലല്ല, ഈ റൗണ്ടിൽ. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് പാടുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അസാധ്യമായിട്ട് പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാട്ടിലേക്ക് പോവാം നമുക്ക്. പ്ലീസ്. രാഗം ശ്രീരാഗം
ഉദയശ്രീ രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം തുടെ വിടരും പൂവിൻ കവിളിൽ പടരും നിർവൃതിരാഗം തുടെ വിടരും പൂവിൻ കവിളിൽ പടരും നിർവൃതിരാഗം രാഗം ഹംസധ്വനി രാഗം കളഹംസധ്വനി രാഗം രാഗം ഹംസധ്വനി രാഗം ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം തളരാതാടും തിരയുടെ പദതാളം തളരാതാടും തിരയുടെ പദതാളം രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്ത രാഗം രാഗം വസന്ത രാഗം പ്രപഞ്ച മധുവന വസന്ത രാഗം രാഗിണിയാം പ്രിയവസുതേ അനുരാഗിണിയാം പ്രിയവസുതേ പുഷ്പപരാഗം നെറുകൈലണിയോ അനുരാഗിണിയാം പ്രിയവസുതേ പുഷ്പപരാഗം നെറുകൈലണിയോ വർണ്ണവിരാജിതമാം ഋതുരാജസദസ്സിൽ ഋതുരാജസദസ്സിൽ രാഗം താളം പല്ലവി പാടൂ രാഗം താളം പല്ലവി പാടൂ രാഗം മാരുതരാഗം മലയമാരുതരാഗം സുരഭിലമേതോ സ്മൃതിയുടെ ലഹരിയിൽ നിറയും മിഴിയോടെ വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം വിട പറയും
വിടരും കുങ്കുമരാഗം മലയമാരുതരാഗം പഗരിരാഗം ദദനിദാനി പദനിദാനി ഗപനിദാനി സനിദ നിദപ പഗരി ഗപമാരുതരാഗം ഗരി സനിദനി ത്രിസനിദ പദ സനിദ പഗപ മലയമാരുതരാഗം. ഓക്കെ ഹിമലക്ഷ്മി, അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളത്. ജഡ്ജസ് പ്ലീസ്. ഹിമലക്ഷ്മി ഫൈനൽ റൗണ്ടിലെ ആദ്യത്തെ പെർഫോമൻസ് ആണ്. നല്ലൊരു റെയർ സെലക്ഷൻ, അതിന് എന്തായാലും ഒരു നല്ലൊരു കയ്യടിയാവാം. കാരണം അധികം ആരും പാടി കേൾക്കാത്ത ഒരു പാട്ട്, പിന്നെ രാഗമാലികയാണ്. ഫൈനൽ റൗണ്ടിൽ പാടാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ടഫായിട്ട്, അതായത് കുറച്ച് ക്ലാസിക്കൽ നോളജ് ഉള്ള ആൾക്കാർക്ക് മാത്രം ഇത്രയും രാഗങ്ങൾ, ഒരു 3-4 രാഗങ്ങൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ കറക്റ്റ് അറിയണം. തിരിച്ച് ആ പല്ലവി പാടിയ രാഗത്തിലേക്ക് എത്താനുള്ള നോളജും വേണം. അപ്പോൾ നോട്ടൊക്കെ മനസ്സിലാക്കി അത് പാടുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദാറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു അത്. പിന്നെ ഫസ്റ്റ്, അതായത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ സോങ്ങിൻ്റെ ഒറിജിനൽ പിച്ചും മോള് പാടിയ പിച്ചും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 1.5 കട്ട ഡിഫറൻസ്. 1.5 കട്ട ഡിഫറൻസ് മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഫസ്റ്റ് നോട്ട്, ഫസ്റ്റ് പാടിയ ഫസ്റ്റ് ലൈൻ പാടിയ രാഗം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത് മോൾക്ക് തന്നെ കിട്ടുന്നില്ല ആ ബേസ്. അപ്പം എന്തിനാ അത്രയും പിച്ച് കുറച്ചേ? അത് ചുമയായിട്ട് അത്ര എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാ ഇവൻ ഞാൻ പാടി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബേസ്. കാരണം ഇത്രയും ബേസിൽ നമ്മൾ യൂട്യൂബിലൊക്കെ സാധാരണ ഏത് പാട്ടും ഒരു അരക്കട്ട അല്ലെ ഒരു കട്ട മേലെ ആയിരിക്കും കിടക്കുക. ഇതെങ്ങനെയായാലും ഇത്ര താഴെ വരില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുക. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ഫസ്റ്റ് വേർഡ് കേട്ടതേ ഇല്ല, എത്ര പ്രാവശ്യം പാടിയിട്ടും അത് കേൾക്കുന്നില്ല. കാരണം അത്രയും താഴെയാണ് പാടുന്നത്. അതേപോലെ തന്നെ ഒരു പദതാളം എന്ന് പറയുന്നിടത്തും അതേപോലെ ലാൻഡിങ് ഭയങ്കര താഴെ. ഒരു ബേസ് ടോൺ നമുക്ക് ചിലപ്പം റെഡി ആവില്ല പാടുമ്പോൾ. അതൊരു ഷിവറിങ് പോലെയും അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ പോലെയൊക്കെയാണ് വരിക. അത് പുറത്തേക്ക് കേൾക്കുമ്പോൾ നല്ല സൗണ്ടിങ് ആയിരിക്കില്ല. അപ്പോൾ പിച്ച് വളരെ ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണം. നമ്മൾ പാട്ട് നമ്മുടെ കംഫർട്ടബിളായിട്ട് പിച്ച് കുറയ്ക്കുമ്പോൾ അത് പാടി കേൾക്കുമ്പോഴും ആ ഒരു കംഫർട്ടബിൾ ആയിരിക്കണം കേൾക്കുന്നവരും. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ താഴെ പാടുന്നത്. മോളുടെ വോയിസിന് ഓക്കെയാണ്, ക്ലാസിക്കൽ പാടുന്ന ആൾക്കാർക്കും ആ ഒരു വോയിസ് ടെക്സ്ചറിനും ഒക്കെ ആ പിച്ച് ഓക്കെ ആയിരിക്കും. പക്ഷേ കീർത്തനം പാടുന്ന പോലെയല്ല സിനിമാ പാട്ട് പാടുമ്പോൾ. സിനിമാ പാട്ടിന് എന്ത് വേണം? അതിൻ്റെ ഇമോഷനും അതിൻ്റെ ഫീലും ആൾക്കാർക്ക് കേൾക്കുമ്പോഴുള്ള സുഖമൊക്കെ നമ്മൾ ആലോചിക്കണം. നമുക്ക് ഒരാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാട്ടിൽ നമുക്ക് അത്രയും ഫ്രീഡം ഉള്ളൂ. പിച്ച് കുറയ്ക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഭംഗി പോകരുത്. അതുൽ സർ പ്ലീസ്. മോള് ലോവർ ഒക്ടേവ് പാടുന്ന സമയത്ത് ലോവർ താഴെ വരുന്ന ഒക്ടേവിലെ നോട്ട്സ് ഒന്നും ഓഡിയബിൾ അല്ല. മോള് പാടുമ്പോൾ അതൊക്കെ ഇരുന്ന് പോകുന്നു. പിന്നെ അതുപോലെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, മോള് മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഇല്ലേ നമ്മൾ പാടുമ്പം, അപ്പം മൈക്ക് മോൾ എപ്പോഴും മൂവ് ചെയ്യുന്ന റൈറ്റിലേക്കാണ് അല്ലേ? ഒന്ന് വെറുതെ ഒന്ന് പാടുമ്പോൾ മോൾ ഇങ്ങനെ റൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മുടെ വോക്കലിൻ്റെ റേഞ്ച് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ പോയാൽ നമുക്ക് ഇത്രയൊക്കെ പോവാം, അതൊക്കെ നമ്മൾ പാടുന്ന കേൾക്കും. പക്ഷേ ഈ ഒരു ഡയഫ്രത്തിൻ്റെ ഇങ്ങോട്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോണ്ടോ, ഇത് ഇങ്ങനെ ആയാൽ പോയി. ഇവിടുന്ന് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഡൈനാമിക്സ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ മോൾ പാടുമ്പോൾ എപ്പോഴും മൈക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, റൈറ്റിലേക്ക് പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. കാരണം അത് ചില ലോവർ നോട്ടിലേക്കൊക്കെ മോൾ ഇങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഒന്നും കേൾക്കില്ല. പിന്നെ ബാക്കിയൊക്കെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നന്നായി പാടി മോളെ, അടിപൊളി, നല്ല സോങ് സെലക്ഷൻ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വെറൈറ്റി സോങ്, അടിപൊളിയായിട്ട് പാടി. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ കമൻസ് ഒക്കെ കേട്ടല്ലോ, ഹാപ്പിയാണ്, ഇപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ചെല്ലുക, വെയിറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഓക്കെ പ്ലീസ്. അടുത്ത മത്സരാർത്ഥി റെഡിയാണ്, നമുക്ക് വെൽക്കം ചെയ്യാം ഹെവിൻ ജെ വിൻസ്റ്റൺ. ഹെവിൻ ജെ വിൻസ്റ്റൺ പനമരം GTTI DLED വിദ്യാർത്ഥി. ചുണ്ടേൽ വിൻസി വില്യം, ജിജി വർഗീസ് ദമ്പതികളുടെ മൂത്ത മകൻ. ഹെവിന് വയനാട് വിഷൻ മിന്റുമാൾ സ്മാർട്ട് സിംഗർ 2K25 സംഗീതവേദിയിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് ആകെ ഇപ്പൊ ഈ സമയത്ത് ഒരു ആൺതരിയായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്
ബാക്കി എല്ലാവരും പോയി. അപ്പോൾ ബാക്കി എല്ലാം പെൺപുലികളാണ്. അപ്പോൾ നമ്മൾ കട്ടയ്ക്ക് പിടിച്ചു വെക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഹാപ്പിയാണ്, ഈ ജേണിയിൽ ഇതുവരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ആൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം ഈ ജന്മം സമ്പൂർണം ദേവി. സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപമം സ്മേര സിന്ദൂരം ഉഷകാല സന്ധ്യാരാഗം സപ്തസാഗരോപമം യോഗവൈഭവം നിത്യസുന്ദരീ ലക്ഷ്യമോഹിനി ലയോധാരമീ പദചലനം ആനന്ദനം താനം തനം താനം തപനം ഗാനം ഗമനം താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം രിമഗരിത ഇദമപസ ഇദമപ സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. കണിമലരാകും പരിവേദനമോ പനിനീരാകും ഇനി കണ്ണീർ കണിമലരാകും പരിവേദനമോ പനിനീരാകും പാപാന്തകാരം പാർവണമാകും പാതേയമാകും പുണ്യങ്ങൾ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആരുമില്ലെങ്കിലും നിന്നിലെ നിന്നിൽ ആശ്രയമാകും ദേവാംശം ഇനി കണ്ണീർ കണിമലരാകും ആനന്ദനം തനം തോം തോം തനം ധൂം തോം തനം തോം തോം തനം ആനന്ദനം തനം തോം തോം തനം ധൂം തോം തനം തോം തോം തനം താനം തപനം ഗാനം ഗമനം താനം തപനം ഗാനം ഗമനം യാനം യമനം മുഖരിതമീ മൗനം പ്രണവമന്ത്രണം ത്രിമഗരിസ നിദമപസ നിദമപസ ജനുതഗപസ നിതഗതരിതജം നിദമതഗതോ മഗരിസ തകിടപസ തഗദിമിഗമ തരികിട സഗ തഗതരിതജം പാസ മഗരിസ തോം തഗജനുദമ കുബുസരി നിദമഗ സഗനിതജം സഗമഗമ ഭജനുദദിമി സഗ തകിടതോ സനിധമ തകിടതോം സമയമിത പൂർവസായാനം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ നിന്നാത്മസല്ലാപം നീ ജന്മം സമ്പൂർണം ദേവി സമ
സുഹൃതം ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം. താങ്ക് യു. ഹെവിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുമ്പൊക്കെ ഞാൻ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് നേരെ കമൻസിലേക്ക് പോവാം. ജഡ്ജസ് പ്ലീസ്. ഹെവിൻ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. സൂപ്പർ, നന്നായിട്ടുണ്ട്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഫസ്റ്റ് നമ്മൾ താളം ശ്രദ്ധിക്കുക. ഓക്കെ, കുറേ സ്ഥലത്ത് ഹെവിൻ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പം കറക്റ്റ് ഗ്രിഡിൽ പാടാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ നമ്മൾ ഈ സ്വരം പാടിയ സ്ഥലത്ത് ശ്രുതി ചേരുന്നില്ല. അപ്പോൾ ഇതേതാ സ്കെയിൽ, ഏതാത് സ്കെയിൽ ഏതാ അറിയാം? സി ആയിരിക്കണം. ഇതാണെങ്കിൽ ഒന്ന് സ്വരം ജസ്റ്റ് സ്വരത്തിൻ്റെ പോർഷൻ ഒന്ന് പാടി കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? സാ എങ്ങനെ പോയാലും സാ ചേരുന്നില്ല. അടുത്തത് പാടിക്കോ പാടിക്കോ ബാക്കി. ഏതൊക്കെയോ സ്വരങ്ങളാണ്. സ്വരം പാടുന്നേ ഉള്ളൂ, പക്ഷെ ആ സ്വരസ്ഥാനത്തൊന്നും അല്ല അത് വരുന്നത്. അത് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പാടിപ്പോകുന്ന സമയത്ത് അത് അതിൻ്റെ ഫ്ലോയിൽ പോവും. അതെ. പക്ഷേ നമ്മളിങ്ങനെ എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പാട്ടിപ്പോൾ ഒരു 100 BPM-ലാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു 50-ലിട്ട് പഠിക്കുക. എന്നിട്ട് ഓരോ നോട്ടും കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടൊക്കെ ടച്ച് ചെയ്യണം. ഇതൊക്കെ സാ അവിടെ എത്തണം. നമ്മൾ ഒരു സാലെത്തുന്നില്ല അത്. അങ്ങനെ ആ സ്വരത്തിൻ്റെ പോർഷനിൽ ഞാൻ അതാണ് എഴുതി വെച്ച്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി നല്ല ശബ്ദമാണ്, അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ലോണം പാടി. എനിക്ക് തോന്നി ആ തുടക്കം താളം കുറച്ച് പ്രശ്നം വന്നു, ഓടിപ്പോയി. പിന്നെ അതുപോലെ നിത്യസുന്ദരി ഒന്ന് പാടും. നിത്യസുന്ദരി അത് പുറത്തേക്ക് കേട്ടതേ ഇല്ല നേരത്തെ പാടിയപ്പോൾ. എല്ലാം കൂടി ഉള്ളിലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതിക്കൊണ്ടിരുന്നിടത്ത് ഞാൻ നോക്കി ഹമ്മിങ് എന്തോ മൂളുവാണോ ചെയ്യണേന്ന്. കാരണം എനിക്ക് കേട്ടില്ല, അത് ആ വാക്കേ കേട്ടിട്ടില്ല. അതേപോലെ ഏതോ ഒരു സ്ഥലം കൂടെ സ്വരഹൃദയം വരുന്നിടത്ത് ഭയങ്കര ബേസായിരുന്നു. അപ്പോൾ പിച്ചിങ് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ ശ്രുതി അത്ര കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്നു. ചിലയിടത്ത് ഭയങ്കര ബേസായി പോകുന്നുണ്ട്. പിന്നെ ഇനി ആ സ്ഥലം വന്നപ്പോൾ വോയിസേ മാറ്റി. അതെന്തിനാ? കുറച്ച് ഒതുക്കി പാടി പെട്ടെന്ന് വേറെ ആരോ ഒരാൾ വന്ന് പാടുന്നത് പോലെ ഫീല് വേണം. പക്ഷെ നമ്മുടെ വോയിസ് മാറരുത്. വോയിസ് രണ്ടാൾ പാടിയ പോലെ ആയി. അത് ഫസ്റ്റ് പോർഷൻ ഒരാളും രണ്ടാമത്തെ ആ ഒരു പോർഷൻ ആകുമ്പോൾ വേറൊരാളും. പെട്ടെന്നൊരു വോയിസ് ചേഞ്ച്. അങ്ങനെ ഒതുക്കി പാടുമ്പോൾ നമ്മുടെ വോയിസ് മാറാതെയാണ് നമ്മൾ എക്സ്പ്രസീവ് ആവേണ്ടത്. അതേപോലെ കുറേ പാടുകയാണെങ്കിൽ ശ്രുതി വെച്ച് ഫുൾ പാടി കറക്ഷൻ ചെയ്യാനുള്ള വകുപ്പുണ്ട്. പക്ഷേ തൽക്കാലം അതിന് സമയമില്ല നമുക്ക്. അപ്പോൾ ഇനി പാടുമ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യുക ഒന്നുമില്ല. സ്വരങ്ങളൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ സ്പീഡ് കുറച്ച് കേട്ട് പഠിക്കുക. അത് പാടുന്ന ആൾക്കാരായാലും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാരായാലും നമ്മളെ തൊണ്ടയിൽ വരുന്നില്ല, കയ്യിൽ വരുന്നില്ല എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം പതുക്കെ നോട്ട് ബൈ നോട്ടായിട്ട് പാടി നോക്കുക. എല്ലാ സ്വരസ്ഥാനങ്ങളും കറക്റ്റ് അവിടെ എപ്പോഴാണോ വന്ന് വീഴുന്നത് നമ്മുടെ തൊണ്ടയിൽ കിട്ടുന്നത്, എന്നിട്ട് പതുക്കെ സ്പീഡ് കൂട്ടുക. അപ്പോൾ കോളേജിലൊക്കെ ഭയങ്കര സ്റ്റാറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുക. ഇനി മുന്നോട്ട് മ്യൂസിക് കൂടെ കൊണ്ടുപോവുക. എന്ത് ജോലിയായാലും എന്ത് കാര്യത്തിനായാലും മുന്നോട്ട് പോകുമ്പോൾ മ്യൂസിക് എപ്പോഴും കൂടെ ഉണ്ടാവണം. ഈ സിംഗിങ് വിടരുത്. നല്ലൊരു വോയിസാണ്, അത് കീപ്പ് ചെയ്യുക. എനിക്കൊന്ന് സ്റ്റുഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ഫീല് ഉണ്ടാവും വോയിസിലൊക്കെ. അപ്പോൾ നല്ലൊരു ഭാവി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറ്റുന്ന വോയിസിന് സൂട്ടാവുന്ന പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് നല്ല പോലെ പെർഫോം ചെയ്യും. ഇനിയും നല്ല വേദികൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഹെവിൻ ഹാപ്പി ആയില്ലേ? ഹാപ്പി. നാളെ തന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ പാടി തെളിയിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ്.